നമ്മളിപ്പം ബേപ്പൂരിൻ്റെ ചരിത്രമാണ് നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേപ്പൂരിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ മറക്കാനാവാത്ത ചരിത്രമാണ്. ഈ ബേപ്പൂർ നാട് എന്ന് പറഞ്ഞാൽ ഉരുവിൻ്റെ പ്രധാന നാടുകളാണ്. ഒരുപാട് അച്ഛന്മാർ, ഒരുപാട് ഗലാസികൾ, അങ്ങനെയൊക്കെ നിറഞ്ഞിരിക്കുന്ന ബേപ്പൂരിന് അനവധി കഥകൾ പറയാനുള്ള നാടാണ്. ആ കഥകളിലെ പുരാതന ചരിത്രങ്ങൾ എങ്ങനെയാണ് ബേപ്പൂരിലെ ഉരു, ആ ഉരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഴയ കാലഘട്ടത്തിൽ ചേലമാൻ പെരുമാൾ എന്ന് പറഞ്ഞൊരു രാജവാക്കാലത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം മട്ടുപ്പാവിന് മോളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചന്ദ്ര വെളിച്ചം കണ്ടു തുടങ്ങി. നിലാവ് പൂത്ത് കുരഞ്ഞിരിക്കുന്ന സമയമാണ്. അയാളങ്ങനെ അത് കണ്ട് ആശ്വസിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചന്ദ്രൻ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിഞ്ഞുപോയി. അപ്പോൾ രണ്ട് കഷ്ണമായിട്ട് പെട്ടെന്ന് വന്ന സമയത്ത് രാജാവിന് പിടുത്തം കിട്ടില്ല, എന്താണ് സംഭവിച്ചത്, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീണ്ടും അല്പസമയം കഴിഞ്ഞതോടെ അത് വീണ്ടും ഒന്നായി. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രജകളോടും കൊട്ടാരൻ പ്രിൻസിപ്പാളും മറ്റുള്ളവരോടൊക്കെ ചോദിച്ചു, എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം. ഇങ്ങനെ ആ സംഭവിക്കാനുള്ള കാരണം അവരാരും ആരായും വേണ്ടി കുറേ ശ്രമിച്ചെങ്കിലും അയാൾക്കൊന്നും തൃപ്തിയായില്ല. പല അഭിപ്രായങ്ങളും വന്നു തുടങ്ങി. അതൊരു തൃപ്തിപരമായിരിക്കുന്ന കാര്യമല്ലേ എന്നായി. അങ്ങനെയാണ് വിദേശ ഭാഗത്തു നിന്നും ഉരുവടിൽ ആ കാലത്ത് കച്ചവടക്കാരായിരിക്കുന്ന ആളുകൾ ഇരുന്നത്. രാജാവായിട്ട് വലിയൊരു ബന്ധമുള്ള സമയമാണ്. അപ്പോൾ രാജാവ് അവരോട് ആരാഞ്ഞു, എന്താണ് ഇതിൻ്റെ ഒരു കാരണം. അപ്പോൾ പറഞ്ഞു, ഇത് മക്കയിലെ മുഹമ്മദ് നബിയുടെ ഒരു കുതിരത്താണ്. അദ്ദേഹമാണ് ഇങ്ങനൊരു വിഷയം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് വലിയൊരു കേട്ടപ്പോൾ തന്നെ അത് ഒരു അതിശയമായി. അങ്ങനെ അദ്ദേഹം മുഹമ്മദ് നബിനെ കാണാൻ എനിക്കുള്ള പുറപ്പാടാണ്. അപ്പോൾ കാണണമെങ്കിൽ ഇവരുടെ അടുത്ത് പഴയ ഉരുകളൊക്കെ ഉള്ളത്. പിന്നെ ഉരു വേണമല്ലോ. അക്കാലത്ത് ഇവിടെ വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്ന് വിദേശ മാർഗത്തിൽ സഞ്ചരിക്കണമെങ്കിൽ ഉരുകൾ, പായക്കപ്പലാണെന്ന് അതിലുള്ളത്, പായത്തോണികൾ, അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ വിളംബരം ചെയ്യാം, നല്ലൊരു തച്ചനെ കിട്ടാൻ വേണ്ടി. ആ തച്ചൻ, പല തച്ചന്മാരും ഇയാളെ വിളംബരം അനുസരിച്ച് രാജാവിൻ്റെ വിളംബരം അനുസരിച്ച് വന്നെങ്കിലും അതിൽ ബേപ്പൂർ നാട്ടിൽ നിന്ന് പോയൊരു തച്ചനുണ്ട്. കൊടുങ്ങല്ലൂർക്കടായി ഈ കൊടുങ്ങല്ലൂരെ ഭഗവതിയാണ് അയാളെ ഇഷ്ടദേവത. എടത്തുംപടിക്കൽ എന്നതിന് പറയാം. എടത്തുംപടിക്കൽ തറവാടുക്കാരൻ മുത്തശ്ശനായ അയാൾ. അദ്ദേഹം വരച്ചു കൊടുത്തിരിക്കുന്ന ഒരു രാജാവിന് വലിയ ഇഷ്ടപ്പെടുകയും അങ്ങനെ രാജാവ് ഇയാളെ ഏൽപ്പിക്കുകയും ചെയ്തു. അതുപ്രകാരമാണ് അദ്ദേഹം ബേപ്പൂരിൽ നിന്നും ഒരു ആദ്യമായിട്ട് നിർമ്മിക്കുന്നത്. അങ്ങനെ ആളുകളൊക്കെ വെച്ച് അയാൾ ഒരു നിർമ്മിച്ച് ഗലാസികളൊക്കെ വന്ന് ഒരു ഇറക്കി. ഈ ഇറക്കിയ സമയത്ത് അദ്ദേഹത്തിന് ഒരു വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു ചരിവുണ്ട്. ആ ചരിവ് കണ്ടപ്പം അയാൾക്കന്നെ ഒരു മനസ്സമാധാനം കിട്ടുന്നു. കാരണം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഉരു, ഇത്രയും ജപത്തോടുണ്ടാക്കിയ ഒരു ഉരു പെട്ടെന്ന് കടലിറങ്ങിയപ്പം അതെല്ലാ വിധമായിരിക്കുന്ന കണക്കുകൾ കൂട്ടിയിട്ടുണ്ടാവുന്ന മണിക്കാലടക്കം കണക്കുകൾ ഉണ്ടാകുന്ന കണക്കാണ് ഈ ഉരുകൾക്ക് വരിക. എന്തെങ്കിലും ലേശം പാഴ്സ് വന്നാൽ അതിൻ്റെ കംപ്ലീറ്റ് കണക്കായി പോകും. അങ്ങനെ എത്രയോ വ്രതങ്ങളോടുകൂടി എത്രയോ ആളുകളെ വെച്ച് ഇടിപ്പിച്ച ആ ഒരു ഇറക്കിയ സമയത്ത് ഒരു ചരിവ് കണ്ടു. അതൊക്കെ വളരെ അസ്വസ്ഥതയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്ന് ആരാഞ്ഞപ്പോഴാണ് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം ഇല്ലായ്മ മനസ്സിലായത്. ഒട്ടും വൈകില്ല. ഉടനെ തന്നെ
കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോവുകയും അമ്മയെ തൊഴുത് അവിടെ വേണ്ടതാക്കുന്ന എല്ലാ പരിഹാരങ്ങളും ചെയ്ത് വന്നപ്പോഴേക്കും ഒരു അദൃഷ്ടി എന്ന് പറഞ്ഞ മാതിരി എല്ലാം നേരമണ്ണം ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഉരുവിൻ്റെ ആദ്യമായിരിക്കുന്ന വരുന്നത്. അതാണ് ഉരുവിൻ്റെ ചരിത്രം. ബേപ്പൂരുണ്ട് എങ്ങനെയാണ് ഉരുണ്ടായത്, അതിൻ്റെ ചരിത്രമാണ് ഇപ്പം നമ്മൾ നാട്ടുകാരനായിരിക്കുന്നപ്പം പല ചരിത്രങ്ങളും ഇന്ന് മിഥ്യമായിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. ഒരുപാട് മിഥ്യാചരിത്രങ്ങൾ ഒരുപാടുണ്ട്. കാരണം വെള്ളം കുടി ചരിത്രങ്ങളുണ്ട്, അങ്ങനെ ആയിരിക്കുന്ന മായങ്ങൾ ചേർത്തിക്കുന്ന ചരിത്രങ്ങളുണ്ട്. ഒന്നും യാഥാർത്ഥ്യമായിട്ടുള്ള ചരിത്രം പൂർണ്ണമായിട്ടും എവിടെയും നമുക്ക് കിട്ടില്ല. പക്ഷെ ഞാൻ ബേപ്പൂര് ജനിച്ച് വളർന്നുകൊണ്ട് എനിക്കെല്ലാം ബേപ്പൂര് നാടിൻ്റെ എല്ലാ പേരും എനിക്കറിയാം. ഞങ്ങൾ ചെറുപ്പത്തിലെ, അതായത് ഞാനൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് നമുക്ക് ഇതിനെല്ലാം അറിയാം. എല്ലാ ചരിത്രം അതിലൊരു മായോ ഒന്നുമില്ല, കറക്റ്റായിട്ടുള്ള എഴുതിയൊരു ചരിത്രമാണ്. അതിന് തന്നെ അവരെ തറവാട്ടുകാർ തന്നെ ഒരു ഇ പി മോഹൻദാസ് ഉണ്ട്, അവരെ എർത്തമ്പടിക്കൽ എന്നുള്ളത്. അവരാണ് നമുക്ക് അതിനുള്ള വേണ്ട ആ ചരിത്രം എഴുതാനുള്ള എല്ലാ വഴികളും പറഞ്ഞു. അതുപോലെ തന്നെ ആ ചരിത്രത്തിൽ കൂടെ തന്നെ ബേപ്പൂർ നാട്ടിൻ്റെ പല ചരിത്രവും അങ്ങനെ തുടങ്ങി കോഴിക്കോട്, മലപ്പുറം, വിദേശം എന്നുള്ള പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ചരിത്രത്തെ കുറിച്ചിട്ട് ഇതിൽ എഴുതുന്നുണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് ബേപ്പൂരിൻ്റെ ഇതിഹാസവും ഉരുവും ജലാസികളും എന്ന ബുക്കാണ്.